ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളൊരു ബേസ് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതിൻ്റെ മീൻ എന്താണ്, വേരിയൻസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ് വരുന്നത് നോക്കുകയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് whose outcomes are classified only into two, either as success or as failure. അതായത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് രണ്ട് രീതിക്ക് മാത്രം ക്ലാസിഫൈ ചെയ്ത ഒന്നെന്താണ് സക്സസ് ക്യാപിറ്റൽ എസ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു, ഫെയിലർ ക്യാപിറ്റൽ എഫ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. സച്ച് ദാറ്റ് പി ഓഫ് എസ് ദാറ്റ്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു P and probability of failure equal to 1 minus P, that's equal to Q. We know P plus Q equal to 1, then probability of failure equal to Q. Okay, this is called Bernoulli trials. അതായത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ ഓൺലി വി ഹാവ് ടു ഔട്ട്കംസ്. ഒന്നിനെ നമ്മൾ സക്സസ് എന്ന് വിളിച്ചു, മറ്റേ ഫെയിലിയർ എന്ന് വിളിച്ചു. അങ്ങനെ ടു ഔട്ട്കംസ് ഓൺലി ആണ് ആ റാൻഡം എക്സ്പെരിമെൻറ്റ്സിനുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ ബെർണോളി ട്രയൽസ് എന്ന് വിളിക്കും. പ്രോബിലിറ്റി ഓഫ് സക്സസിന് നമ്മൾ സ്മോൾ ലെറ്റർ പി കൊണ്ട്, പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറിന് നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഹിയർ വി ഡിഫൈൻ എ റാൻഡം വേരിയബിൾ എക്സ് സച്ച് ദാറ്റ് it takes the values 1 when yes occurs, that is നമ്മൾ സക്സസ് ആകുമ്പോൾ അതിനെ 1 എന്ന് കൊടുക്കുന്നു, ആൻഡ് 0 ഇഫ് എഫ് ഒക്കേഴ്സ്. അതായത് റാൻഡം വേരിയബിൾസ് എക്സ് ആണ് ഒക്കർ ചെയ്യുക, നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് നമ്മൾ എടുത്തു, അത് സക്സസ് ആകുമ്പോൾ 1 വാല്യൂ എടുക്കുന്നു, നമ്മൾ ഫെയിലർ ആകുമ്പം 0 വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് എക്സ് ഫോളോസ് എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ബെർണോളി ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് നമ്മൾ സക്സസ് ആകുമ്പോൾ 1ഉം ഫെയിലർ ആകുമ്പം 0യും അങ്ങനെ 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ റാൻഡം വേരിയബിൾ നമ്മൾ വിളിക്കുന്നവരാണ് ദാറ്റ് റാൻഡം വേരിയബിൾ ഫോളോസ് എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്കിനി അത് ഡെഫിനിഷനായിട്ടൊന്ന് നോക്കാം. ഡെഫിനിഷൻ: ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ടേക്കിംഗ് ഓൺലി 2 values 0 and 1. If the PDF of x is given by probability density function of that random variable x is given by p of x is equal to x, that's equal to p of x, that's equal to p raised to x into q raised to n minus x, where x takes values 0 and 1 only. Okay, when 0 less than p less than 1 and 0 otherwise. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഓൺലി 2 ഔട്ട്കംസ് ആണ് എടുക്കുന്നത്, 0യും 1ഉം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കുന്നതാണ്? പി ഓഫ് എക്സ് ദെൻ ദാറ്റ്സ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എക്സ് ഈസ് സെഡ് ടു ഫോളോ എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ദിസ് ഈസ് ആൾസോ കാൾഡ് പോയിൻ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷനെ പോയിൻ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കും. ഓക്കെ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുക ബി ഓഫ് 1p ആണ്. എന്താ വെച്ചാൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 0, 1, 2, 3 എക്സെട്ര n വരെ റാൻഡം വേരിയബിൾസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓൺലി 0യും 1ഉം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബി ഓഫ് NP എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 0യും 1ഉം മാത്രം എടുക്കുന്നതുകൊണ്ട് ബി ഓഫ് 1p എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കുള്ള എന്താണ്? ഈ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് മീൻ, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നത്? 0യും 1ഉം ആണ് എടുക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ എക്സ് ഏതാ വാല്യൂ എടുക്കുന്നത്? 0 ദെൻ 1. ദാറ്റ് ഈസ് 0 ഇൻറ്റു പ്രോബിലിറ്റി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പം പ്ലസ് 1 ഇൻറ്റു പ്രോബിലിറ്റി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് 0 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് എന്നാൽ മൊത്തത്തിൽ 0 പോയിക്കോളും. 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എന്താണ്? പി ആണെന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? പ്രോബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു നമ്മൾ പി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്തായിട്ട് മാറും? 1 ഇൻറ്റു പി ആയിട്ട് മാറും. ദാറ്റ്സ് ദി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ക്യൂ പ്ലസ് 1 ഇൻറ്റു പി, ദാറ്റ്സ് ഈക്വൽ ടു പി വരും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ള എന്താണ്? വേരിയൻസ് ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണ്.
നമുക്കറിയാം വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ദി ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാൽ പി ആണ്. ഇനി നമുക്കിതിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കൂടി കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്യുക? എക്സ്പെക്ടേഷൻ എക്സിന് നമ്മൾ എക്സിന് പകരം എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 സ്ക്വയർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ 0 പറഞ്ഞാൽ ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി എന്തായിരുന്നു? ക്യൂ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ദാറ്റ് ഈസ് 0 ഇൻറ്റു ക്യൂ പ്ലസ് 1 ഇൻറ്റു പി, ദാറ്റ്സ് ഈക്വൽ ടു പി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ നമുക്ക് കിട്ടിയത്? പി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെയും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെയും വാല്യൂ നമ്മൾ വേരിയൻസ് ഓഫ് എക്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് പി മൈനസ് പി സ്ക്വയർ. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി മൈനസ് പി സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് പി. നമ്മൾ പി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ദെൻ പി ഇൻറ്റു 1 മൈനസ് പി കിട്ടും. ദെൻ വി ഹാവ് p into 1 minus p, that is 1 minus p equal to q. Then variance of x is equal to എന്തായിട്ട് മാറി? pq ആയിട്ട് മാറി. That is expectation of x, that is mean equal to p കിട്ടി and variance of x is equal to pq എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമുക്കുള്ളതാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു എം എക്സ് ഓഫ് ടി. നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിൻ്റെ രൂപത്തിൽ നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്, നമ്മൾ നേരത്തെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചെയ്തപ്പോൾ എക്സ് കൊടുത്തൊക്കെ എന്ത് കൊടുക്കുക? ഇ റേസ് ടു ടി എക്സ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇ റേസ് ടു 0 ഇൻറ്റു ടി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ 0 പ്ലസ് ഇ റേസ് ടു 1 ഇൻറ്റു ടി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് എക്സ് ഇവിടെ വാല്യൂസ് എടുക്കുന്നതാണ് 0യും 1ഉം മാത്രമേ വാല്യൂസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എം എക്സ് ഓഫ് ടി നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ 0 ആണ്. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്താണ്? ക്യൂ ആണ്. that's equal to e raised to 0 ആണ് 1 into q വരും. e raised to t into probability of x is equal to 1 എന്നാൽ probability of x is equal to 1 ആണ് probability of success, that's equal to നമ്മൾ p ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. that is e raised to t into p വരും. that is moment generating function mx of t നമുക്ക് എന്തായിട്ട് കിട്ടും? q plus e raised to pt എന്ന് വരും. okay, that's equal to q plus p into e raised to t. അപ്പോൾ നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരുന്നു? p. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ് എന്തായിരുന്നു? വേരിയൻസ് ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു? പി ക്യു. ആൻഡ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താ കിട്ടിയത് നമുക്ക്? ക്യൂ പ്ലസ് പി ഇൻറ്റു ഇ റേസ് ടു ടി വന്നു. അപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ നമ്മൾക്ക് അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്ത അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? μ1 μ3 സെൻട്രൽ മൊമെന്റ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലെ എന്താണ് പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതുപോലെ മീനും വേരിയൻസും അതുപോലെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നോക്കി വെക്കാം. ഓക്കെ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒന്നുകൂടി പറയാം. എന്തായിരുന്നു? 0 1 എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്കംസ് മാത്രമേ വരും. അതായത് സക്സസ് ആവുക അല്ലെങ്കിൽ ഫെയിലിയർ ആവുക ഔട്ട്കംസ്. അതിന് നമ്മൾ എന്ത് വിളിക്കുക? ബെർണോളി ട്രയൽസ് എന്ന് വിളിക്കുക. അത് ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് നമ്മൾ എന്ത് വിളിക്കും? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. അവിടുത്തെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആയിരിക്കും. 0 1 അടുക്ക് പി വരുമ്പോൾ അതർവൈസ് 0 ആയിരിക്കും. അതുപോലെ എക്സ് ടേക്സ് വാല്യൂസ് എന്തൊക്കെയാണ്? 0യും 1ഉം ആണ്. ദെൻ മീന് കണ്ടുപിടിച്ചു, വേരിയൻസ് കണ്ടുപിടിച്ചു, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും കണ്ടുപിടിച്ചു. ഓക്കെ.